ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അവിടെ സുപ്പു ഇന്ന് വന്നേക്കുന്നത് അടിപൊളി ഒരു കിടക്കാച്ചി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് കേട്ടോ. ഇപ്പം നല്ല ചൂട് സമയമൊക്കെ അല്ലേ, നമ്മുടെ മുഖമൊക്കെ ഒന്ന് തണുക്കാനൊക്കെ പറ്റിയ ഒരു കിടിലൻ ഒരു പായ്ക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. 3 ഐറ്റങ്ങൾ മാത്രം മതി. ഇപ്പോഴെന്തായാലും ഇതൊക്കെ നമ്മുടെ വീടുകളിൽ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടായിരിക്കും. ചൂട് സമയമല്ലേ, നമ്മൾ കഴിക്കാനൊക്കെ സലാഡായിട്ടൊക്കെ നമ്മൾ എടുക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഇവനെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. എന്താണ് ഇവിടെ കുക്കുംബർ എന്ന് പറയും, നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണെന്ന് പറ. വെള്ളരിയെന്നും പറയും കേട്ടോ, സലാഡിന് ഉപയോഗിക്കുന്നത്. അപ്പോഴെന്തായാലും സുപ്പു ഇന്ന് ഇവനെ എടുത്തേക്കുന്നത്. മുഖമൊക്കെ ഒന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ചു. ഒത്തിരി ദിവസമായാലും ഭയങ്കര ചൂട് കാലാവസ്ഥയാണ്. അപ്പോഴതേ അവൻ്റെ നീരൊക്കെ ഉള്ള ചാറ് മൊത്തം ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇരിപ്പുണ്ട്, കാണുന്നുണ്ടോ? ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പോഴേ ആ ചാറ് മൊത്തം ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ അരിപ്പൊടിക്കുട്ടനെയാണ് കേട്ടോ. അരിപ്പൊടി നമ്മുടെ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന പച്ചപ്പൊടി ഉണ്ടത്, അതാണ് ഒന്ന്. പിന്നെ നമുക്ക് അലോവേര ജെല്ല് വേണം, അതും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ പായ്ക്കൊക്കെ ഇടാം. ഇവിടെ നല്ല കോളൊക്കെ ഉണ്ട്, മഴ പെയ്യാൻ നല്ല സാധ്യതയുണ്ട്. നമുക്ക് പായ്ക്കൊക്കെ ഇട്ട് എളുപ്പത്തിന് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാമേ. മിക്സ് ചെയ്യാൻ അരിപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇനിയും ചേർക്കാം. അരിപ്പൊടി സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇടണം കേട്ടോ. ആവശ്യത്തിന് എടുത്താൽ മതി നമ്മുടെ അരിപ്പൊടി കുട്ടനെ കേട്ടോ. ഇപ്പം തന്നെ വെള്ളം പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഇച്ചിരി ഏറെ എടുക്കേണ്ടി വരും. അളവൊന്നും പറയുന്നില്ല, നമ്മുടെ ആവശ്യത്തിന് എടുത്തോളൂ കേട്ടോ. അളവൊക്കെ പറഞ്ഞ് ശരിയാവത്തില്ല കേട്ടോ. കറക്റ്റായി. ആഹാ, അത് ശരി. അങ്ങനെ തട്ടിയിടാഞ്ഞായിരുന്നു അവനെ ശരിയാവാഞ്ഞത് കേട്ടോ. അങ്ങനെ തട്ടിയിട്ടപ്പോൾ ആൾ റെഡിയായി വന്നു. ഇനി നമുക്കിതിനകത്തേക്ക് വെള്ളമായതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല നിങ്ങൾക്കല്ലേ, ഇതിനകത്തേക്ക് നമുക്ക് അലോവേരയുടെ ജെല്ല് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്പൂണിൻ്റെ, നമ്മളൊക്കെ എങ്ങനെയൊക്കെയല്ലേ സ്പൂണിൻ്റെ വാലും കൊണ്ടൊക്കെ നമുക്ക് എടുക്കാം. ഇപ്പുറത്തെ വശത്ത് ഇട്ടാൽ നമ്മുടെ അലോവേര ചീത്തയായി കുറച്ച് നമ്മൾ എടുക്കുക കേട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ ഇതിട്ട് കഴിഞ്ഞാൽ. നിങ്ങൾ ചെയ്ത് നോക്കാം. ഇവിടെ ചൂടൊക്കെ പമ്പ അടക്കും കേട്ടോ. ഒരു 15 മിനിറ്റ് നിന്നാൽ മതി. ഇത് തേച്ചിട്ട് ഒത്തിരി സമയമൊന്നും നിൽക്കേണ്ട, 15 മിനിറ്റ് നിന്നാൽ മതി. കിടു സംഭവമാണ്, പൊളിയാണ്, കിടുക്കാച്ചിയാണ്. സുപ്പുവിൻ്റെ പറച്ചിൽ ഇത് കിടുക്കാച്ചി തന്നെയാണ്. ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ചെയ്തോണം കേട്ടോ. മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്ന് കേട്ടോ. തുടർച്ചയായിട്ട് ചെയ്താലേ ഏത് തരം പായ്ക്കാണെങ്കിലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. തുടർച്ചയായിട്ട് ചെയ്യണം. മുഖത്തെ ആണെങ്കിലും മുടിയിലെയൊക്കെ ആണെങ്കിലും ഒക്കെ കേട്ടോ. കഴുകിയിട്ട് വന്നത് കേട്ടോ. അതിൻ്റെ സിന്ദൂരം കുറച്ച് പോയത് മുഖം കഴുകിയപ്പോഴേ, അതാണ് സംഭവം കേട്ടോ. അപ്പോഴതേ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്രീം മാതിരിയാണ് ഇത് കേട്ടോ. നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴേ പിന്നെ ഇതിനകത്ത് നമ്മുടെ ഇതിൻ്റെ ഒരു മണവും കിട്ടും. കുക്കുംബറിൻ്റെ ഒരു മണവും ഉണ്ട്. ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് ഇത് ഇടാം കേട്ടോ. പിന്നെ പുട്ടുപൊടിയുടെ ഇതും വെച്ച് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇത് മതി, നമ്മുടെ ഈ അരിപ്പൊടി മതി. നന്നായിട്ട് നമ്മൾ മസാജൊക്കെ ചെയ്ത് എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയണം കേട്ടോ. സോപ്പൊന്നും ഇടരുത്. എപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിലും കൂടെ ചെയ്യാൻ നോക്കണം കേട്ടോ. ഈ സുപ്പി ടീച്ചർ പറഞ്ഞു തരുന്നതൊക്കെ അനുസരിക്കുന്നുണ്ടോ എൻ്റെ വിദ്യാർത്ഥികൾ? അതോ ചുമ്മാ പറയാമോ? എന്നെ കളിപ്പിക്കുവാണോ?
ഇതൊക്കെ അങ്ങോട്ട് ചെയ്ത് നോക്കുന്നേ. വലിയ പാടൊന്നും ഇല്ലല്ലോ. എന്തായാലും ഇപ്പം അരിമാവിൻ്റെ പൊടിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കാണുമല്ലോ. ഈ പൊടിയൊക്കെ നമ്മളിപ്പം ഇപ്പം അങ്ങനെ എല്ലാവരും ഒന്നും പൊടിച്ചെടുക്കാറൊന്നുമില്ല. എല്ലാവരും ഇപ്പം ഇങ്ങനെയൊക്കെയല്ലേ, പാക്കറ്റിലെ പൊടിയൊക്കെ നല്ല പൊടിയല്ലേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോഴതുകൊണ്ട് നമുക്കിതൊക്കെ എളുപ്പമാണല്ലേ. കവർ പൊട്ടിക്കുക, തട്ടിയിടുക, മുഖത്ത് വാരി പുരട്ടുക, അതേ ഉള്ളൂ നമ്മുടെ പരിപാടി. കുക്കുംബർ ജ്യൂസൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് പായ്ക്കൽ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരിപ്പൊടി അല്ലാത്ത ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇട്ട് മിക്സ് ചെയ്ത് മുഖത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലതാണത്. ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. പിന്നെ ഇതിന് 15 മിനിറ്റ് സമയം കൊടുക്കണം കേട്ടോ. ഇവനൊന്ന് സെറ്റാവാൻ, നമ്മുടെ മുഖമായിട്ട് ഒന്ന് സെറ്റാവാൻ ഒരു 15 മിനിറ്റ് കൊടുക്കണം. നിങ്ങൾ കാണുന്നതല്ലേ, സുപ്പുവിൻ്റെ മുഖത്ത് മുഖക്കുരുവോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഞാൻ മടിച്ചൊന്നുമല്ല. അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ പായ്ക്കലിടുന്നു. അതുകൊണ്ട് തന്നെ മുഖത്തിന് വലിയ കേടുപാടുകളൊന്നുമില്ല. പിന്നെ ഇച്ചിരി ക്ഷീണിച്ചൊക്കെ ഇരിക്കാൻ തോന്നും, കവിളൊക്കെ അല്ലേ. അത് വണ്ണമുള്ള ആൾക്കാർ വണ്ണം കുറയ്ക്കാൻ ഇച്ചിരി ക്ഷീണാവസ്ഥയൊക്കെ തോന്നും കേട്ടോ. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അപ്പോഴും നമുക്ക് തേച്ചൊക്കെ കഴിഞ്ഞു. 15 മിനിറ്റ് നമുക്ക് ഇരുന്നിട്ട് ഞാൻ കഴിയിട്ട് വരാം കേട്ടോ. ഇച്ചിരി നേരം നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുഞ്ഞി മസാജൊക്കെ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ബാക്കിയുള്ളത് കയ്യിലും പുരട്ടിക്കും. കളയണ്ട കേട്ടോ. കയ്യിലൊക്കെ പുരട്ടാം. നമ്മുടെ കൈയുടെ ഇങ്ങനെ മേളിലൊക്കെ ഇട്ട് കൊടുത്തു. ഈ കയ്യിലിരിക്കുന്നത് കളയണ്ട കേട്ടോ. മഴക്കാറ് കൊണ്ട് വെട്ടം കുറവാണ് കേട്ടോ. ലൈറ്റ് ഇച്ചിരി കുറവാണ്. നല്ല അങ്ങനെ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. 15 മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മൾ കഴുകി മാറ്റി. അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പച്ചരിപ്പൊടി വേണം കേട്ടോ. ചുമന്നരിയില്ല, അരിപ്പൊടിയും ഇതേ നമ്മുടെ കുക്കുംബർ ജ്യൂസും നമ്മുടെ അലോവേര ജെല്ലും കൂടെ ഒക്കെ ഇടുമ്പം കിടുക്കാച്ചിയാണ് ഇത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. കിടുക്കാച്ച റിസൾട്ട് കിട്ടുന്നതാണ്. നല്ല തണുപ്പാണ് നമ്മുടെ മുഖത്ത് കേട്ടോ. ഇത് ഇട്ടിരിക്കുമ്പോഴും പിന്നെ ഉണങ്ങിക്കഴിയുമ്പം തണുപ്പൊന്നുമില്ല കേട്ടോ. റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് സൂപ്പിനെ വിളിച്ച് പറയണേ. റിസൾട്ടാണ്. 3 ഐറ്റങ്ങൾ മാത്രം മതി. മഴ എന്നെ ഒന്ന് കളിപ്പിച്ചിട്ട് പോയി. അവിടെ ഇവിടെ ഒന്ന് ചന്നി കാണിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ മുതൽ ഭയങ്കര വെയിൽ കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ മഴയാണെന്ന് വിചാരിച്ചു. മഴ രാത്രിയിലൊക്കെ കാണും. നമുക്കിവിടെ ഉത്സവമൊക്കെ നടക്കുന്നു. ഉത്സവത്തിന് എല്ലാവരും വരണേ. നാളെ നമ്മുടെ ഉത്സവമാണ്. അപ്പോൾ പായ്ക്കൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് നമുക്ക് നാളെയും പോകണം കേട്ടോ. അതിനാണ് ഇന്ന് ഈ ഒരു പായ്ക്ക് ഇട്ടത്. പച്ചരിയുടെ അരിപ്പൊടിയുടെയൊക്കെ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നമ്മുടെ മുഖത്തൊക്കെ. നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ നമുക്ക് വരാം. ഇന്ന് സുപ്പുലി പോവാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.